Hey guys, welcome back to my channel. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ കേട്ടോ. മെരി ക്രിസ്മസ് എവ്രി വൺ. അപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആവട്ടെ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രിസ്മസ് ഡേയിലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എന്തൊക്കെയാണോ നടക്കുന്നത് അതൊക്കെ ഞാൻ ഷെയർ ചെയ്യും. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം പോയി ചായ കുടിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. റെഡിയാക്കി ഞാൻ നിർത്തിയിട്ടുണ്ട് ഗൈസ്, വൃത്തിയാക്കി നിർത്തിയിട്ടുണ്ട്. അവനെ നമ്മുടെ പൂപ്പിക്കുട്ടനുള്ള ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ ചിക്കൻ കറിതാ അമ്മ ആയിക്കൊണ്ടേ ഇരിക്കുന്നു. നല്ല തിളച്ചതാ, സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇന്ന് കുറേ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ വേറൊരു വീഡിയോയിൽ വരുവേ. അത് ഇന്ന് തന്നെ വരുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ചിലപ്പം പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും ഈ വീഡിയോ. അല്ലാന്നുണ്ടെങ്കിൽ നാളെ ആയിരിക്കും കേട്ടോ മിക്കവാറും വരാൻ പോകുന്നത്. നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ. എന്തായാലും ഗെയിംസിൻ്റെ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ നോക്കാം. ഓക്കെ, ഇനി എടുക്കത്തേ ഉള്ളൂ കേട്ടോ. ഗെയിംസ് ഒന്നും ഞങ്ങളിവിടെ എടുത്തില്ല, പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോൾ കാണാം ഇനി. ഓക്കെ ഗൈസ്, ഞാൻ ചിക്കൻ കഷ്ണം കഴിക്കത്തില്ല, അതുകൊണ്ട് ഗ്രേവിയും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഉച്ചത്തേക്കുള്ളത് മരിച്ചിനെയൊക്കെ അത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ തോരൻ ഓൾറെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളായിരുന്നു കേട്ടോ നമ്മുടെ ക്രിസ്മസ് ഡേയുടെ. പിന്നെ ചിക്കൻ ഫ്രൈക്കുള്ളത് മാരിനേറ്റ് ചെയ്ത് വച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു സൈഡിൽ പപ്പടവും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്പെഷ്യലായിട്ടൊന്നുമില്ല. സാധാരണ കൂടെ വയ്ക്കാറുള്ള ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും മരിച്ചിനിയും സാധാരണ തോരൻ, പപ്പടം, സലാഡ്, അച്ചാർ. ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പേർക്ക് ബിരിയാണി ഇഷ്ടം. അതുകൊണ്ട് ചോറാക്കി. ചിക്കൻ കഴിക്കില്ല, അതുകൊണ്ട് ചോറാക്കി. ഫ്രൈഡ് റൈസ് വെക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈഡ് റൈസ് എനിക്കും ഇഷ്ടമില്ല, എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു വേണ്ടമ്മ ചോറ് മതി. വൈകുന്നേരം നമ്മളൊക്കെ ഗെയിംസ് കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇന്നലെ രാത്രി നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അമ്മ? കേക്ക് കട്ട് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് തീർന്നു കേട്ടോ. കേക്ക് കട്ട് ചെയ്തു. ഇപ്പോൾ ഒരു പ്ലം കേക്ക് ഇരിപ്പുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്യണം. ഗെയിംസ് ഇതാ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നത് എന്തെന്ന് വെച്ചാൽ സ്പേസ് ഒട്ടുമില്ല കേട്ടോ ഫോണിൽ. അതാണ് പിന്നെ കുറേ കഴിഞ്ഞാണ് ഒരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇതും കൂടി. അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ ഫ്രൈയും നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ആ ഗ്യാപ്പിലൊന്ന് വേഗം പോയി കുളിച്ചിട്ട് വരാം. കുളിക്കാനായിട്ട് ഞാൻ ഇന്നൊരു പാക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഉഴുന്നും ഉലുവയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പാക്ക് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. കുറേ നാളായി പാക്കൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് അത് തേച്ചൊന്ന് കുളിച്ച് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം പോയി ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം. ഓക്കെ, ഉച്ചയ്ക്ക് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. മോരും ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, മരിച്ചിനി, അച്ചാർ, സാലഡ്, ഇതൊക്കെ തന്നെയായിരുന്നു ഉച്ചയ്ക്കത്തെ മെനു എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ ചിക്കൻ്റെ ഗ്രേവി മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ തോരനൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു ഉച്ചയ്ക്കത്തെ മെയിൻ സംഭവങ്ങൾ. അപ്പം അത് ജസ്റ്റ് ഞാൻ കാണിച്ചു പോയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഗെയിംസിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ വരും. ഇവരൊക്കെ ആട്ടോ വന്നിട്ടുള്ളത്, എൻ്റെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ. അപ്പോൾ അതിനിടയിൽ ഞാൻ ഒരു കേക്ക് കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോം ബേക്കർ ചെയ്ത് തന്ന ഒരു റിച്ച് പ്ലം കേക്കാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. റമ്മൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ആ കളർ കാണുമ്പോൾ തന്നെ ഭയങ്കര യമ്മാണ് കേട്ടോ. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് തന്നെയായിരുന്നു. കുറേ കാഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. റിച്ച് എന്ന് തന്നെ പറയാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പം ഇപ്പോൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് ഇതാ ഓപ്പണാക്കി കഴിക്കുന്നതാണ്. കിടുക്കാച്ചി ഫ്ലേവർ ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു റമ്മിലൊക്കെ സോക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ടേസ്റ്റ് അല്ലേ, അതാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേക്ക് കട്ട് ചെയ്ത്.
ഇത് ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ. ഞങ്ങളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കനകക്കുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ഓട്ടോയിലായിട്ടാണ് പോയത്. അമ്മയും ഒരു ആൻറ്റിയും പിന്നെ നമ്മുടെ മുത്തും ഒരു ഓട്ടോയിൽ, പിന്നെ ഞാനും വർഷയും രേഷ്മിയും ഒരു ഓട്ടോയിൽ, അങ്ങനെയാണ് പോയത്. അപ്പോൾ കനകക്കുന്ന് കാണുന്ന സീനാണ് കേട്ടോ നിങ്ങൾ കാണാൻ. അത്രയും തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ അടിപൊളി വൈബാണ് കേട്ടോ. ഫുൾ ലൈറ്റ്സ് എന്ന് വെച്ചാൽ ഫുൾ ലൈറ്റ്സ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നിൽക്കാൻ നല്ല രസമായിരുന്നു. ഭയങ്കര ചൂടും ഉണ്ടായിരുന്നു, അതാണ് എടുത്ത് പറയേണ്ടത്. ഒടുക്കത്തെ ചൂടായിരുന്നു. വൈബും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഇതിനകത്തോട്ട് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇതിന് മുന്നേ ഒന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്രാവശ്യം ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറേണ്ടത്. അതുകൊണ്ട് തന്നെ പകുതി വരും കയറിയിട്ടില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു അഡൽട്ടിനൊക്കെ ആണെങ്കിൽ പെർ ഹെഡ് 100 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത് അവർ. കിഡ്സിനാണെങ്കിൽ 50 ആണ്. അപ് ടു 12 ഇയേഴ്സ് ആണെങ്കിൽ 50 റുപ്പീസാണ്. പക്ഷേ വർത്ത് ആണോ എന്ന് വെച്ചാൽ അല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ലൈറ്റ്സ്, ഒരുപാട് ടൈപ്പ് ഓഫ് ലൈറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകൾ അത്രയേ ഉള്ളൂ. വേറെ 100 രൂപയ്ക്ക് വർത്ത് ആണോ എന്ന് വെച്ചാൽ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ അത് കയറി. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഫ്ലവർ ഷോയും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ക്യാപ്ചർ ചെയ്ത് പോയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പലതരം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വർത്ത് അല്ലാന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതാ ഇങ്ങനെ കണ്ടോ, ഇതുപോലത്തേക്ക് ലൈറ്റ്സ് ഉണ്ടായിരുന്നു, ഫ്ലവേഴ്സിൻ്റെ ടൈപ്പ്, പിന്നെ ബട്ടർഫ്ലൈ, പിന്നെ അതാ കണ്ടോ ബെൽസിൻ്റെ ടൈപ്പ്, പിന്നെ ക്രിസ്മസ് തീം പോലത്തെ അങ്ങനത്തെയൊക്കെ കുറേ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുള്ള ഇതുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ബട്ടർഫ്ലൈയുടെ ഒരു സംഭവം. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇതുപോലെയൊക്കെയുള്ള സംഭവത്തിനകത്ത് കയറി നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. അതൊക്കെ നല്ല ഭംഗിയുള്ള കുറേ ഫോട്ടോസ് നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നല്ല ഭംഗിയുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ഒരു കൊക്കിൻ്റെ ഒരു ഇതിലാണ് ഫുൾ റോസസ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. അതായത് ആസ് എ പാർട്ട് ഓഫ് ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ടാണ്. പിന്നെ ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ഒരു കരടിയുടെയാണ് കേട്ടോ. അതും റെഡ് റോസസ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളിതാ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു, ഈ ലൈറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല തിരക്കും നല്ല ചൂടുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ മാനവീയം വീതിയിലോട്ട് വന്നു. പക്ഷേ എപ്പോഴത്തെയും പോലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും മാനവീയം വീതിയിലില്ലായിരുന്നു. ഒരു സൈഡിൽ ഇതാ ആഘോഷങ്ങൾ നടക്കുവാണ്. സാധാരണ മാനവീയത്തിൽ നടക്കുന്ന പോലുള്ള പ്രോഗ്രാംസ് ഒന്നും ഇന്നലെ കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. നോക്കി നടന്ന് ഇറങ്ങി. പിന്നെ കോഫി കുടിക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, നൈറ്റ് ആയതൊക്കെ കൊണ്ടായിരിക്കാം, എന്തോ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി. പിന്നെ രേഷ്മയെ കൊണ്ടുവിടണമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രേഷ്മയുടെ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാനും അവളും കൂടെ പോയി നിൽക്കുന്നത്. ഇപ്പോൾ അങ്കിൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്കിൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അവൾ പോവുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ പോവുകയാണ്. അപ്പോൾ അമ്മയും ബാക്കി എല്ലാവരും എൻ്റെ ബാക്കിൽ നിൽപ്പുണ്ട്. ഞങ്ങളിപ്പോൾ ഓട്ടോയിൽ വീട് ഇപ്പോൾ എത്തും. ഓക്കെ, അപ്പോൾ അവളിതാ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് ദിവസത്തെ ഒരു വിശേഷങ്ങൾ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ലവ് യു ഓൾ, ടേക്ക് കെയർ.